ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് അവരുടെ പ്രവൃത്തികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നമുക്ക് യോജിച്ച വ്യക്തിയല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലൊരു വ്യക്തി ആയിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, എനിക്കവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഡാമേജ് ആയി പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷന് നേരെ വിപരീതമായി സംഭവിക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ ലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റോങ് പ്ലേസിലാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിയുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ അതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ആക്ഷൻസ് തന്നെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, വാച്ച് ദെയർ കൺസിസ്റ്റൻസി. നിങ്ങളോടൊപ്പമുള്ള സംസാരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന വാക്കുകളിൽ എന്തെങ്കിലും പ്രോമിസ് ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരത അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം, മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു, പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരുവിധ ഒരു ആക്ഷനും അവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്കൊരു സ്ഥിരതയില്ല എന്നുള്ളത് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകുന്നു, അല്ലെങ്കിൽ ഒരു പ്രോമിസ് നൽകുകയാണ്, ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അതാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു പ്രോമിസ് നൽകിയിട്ട് അത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എല്ലാ ആളുകളും ലൈഫിൽ ബിസി ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, അല്ലെ? അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ലൈഫിൽ ബിസി ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. പക്ഷേ ആ സിറ്റുവേഷനിലും നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ടൈം കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ നിലനിൽപ്പ്. നിങ്ങളുടെ ലൈഫിൽ ഉള്ള നിലനിൽപ്പിന് ഒരു സ്ഥിരതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു കാര്യം. സോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റിലേഷൻഷിപ്പ്, അത് എന്താണ് അവരുടെ ഇൻറ്റൻഷൻ, അവരെന്താണ് ആ റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് വാച്ച് ദെയർ കൺസിസ്റ്റൻസി. ഇനി രണ്ടാമത്തെ പോയിന്റിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമതായി, നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസിനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നോ എന്ന ആൻസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെതിരെ അവരുടെ റിയാക്ഷൻ, അവരെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളോടൊക്കെ നോ എന്നുള്ളത് തന്നെ ആയിരിക്കും ആൻസർ. സോ ആ നോ എന്ന് കേൾക്കുന്ന സമയത്ത് അവർ വയലൻ്റ് ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്, അതായത് അതിനെതിരെ ഒരു അഗ്രസീവായ രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നത്, അതോ ഏതാണെന്ന് മനസ്സിലാക്കാനാണോ ശ്രമിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇനി ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം, ഒരു പക്ഷേ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരിക്കാം, അതായത് പല കാര്യങ്ങളെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കംഫർട്ട് അല്ല, പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്കത് ആക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ അല്ല എന്ന് വിചാരിക്കുക. സോ അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ കംഫർട്ടിനാണോ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അതോ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണോ അവരുടെ ആദ്യത്തെ അജണ്ട? സോ ചില ആളുകളുണ്ടായിരിക്കും, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ നടക്കണം, അല്ലെങ്കിൽ അതേ നടത്തൂ, അങ്ങനെയുള്ള ഒരു പിടിവാശി എന്ന രൂപത്തിലാണോ അവർ ബിഹേവ് ചെയ്യുന്നത്, അതോ നിങ്ങളെ കൂടി അവിടെ ഒരു പോസിറ്റീവായ രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ ഫീലിങ്സിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അൺഅവൈലബിൾ ആകുന്ന സമയത്ത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബിസി അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. സോ ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു റീസൺ കൊണ്ടായിരിക്കും നിങ്ങൾ അൺഅവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക.
സോ ആ കാര്യം അവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവരത് സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ അത് റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിലാണോ അതിനോട് സംസാരിക്കുന്നത്, അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കാവുന്നതാണ്. 2, 24/7 അവർക്ക് അവൈലബിൾ ആകണം, അല്ലെങ്കിൽ എപ്പോഴും വിളിച്ചാൽ കിട്ടണം, അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ സംസാരിക്കാൻ വരുന്നു ആ സമയത്തൊക്കെ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള 24/7 എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്ന രീതിയിൽ സംസാരിക്കുകയും, ഇനി അങ്ങനെ അല്ലാതാവുന്ന സമയത്ത് അതിനോട് ഒരു അഗ്രസീവായ രീതിയിലാണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ലൈഫിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം. അവരുടെ കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ അവരുടെ പാഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവരും എൻഗേജ്ഡ് ആയിരിക്കാം. സോ നിങ്ങൾ കുറച്ച് ബിസി ആകുന്ന സമയത്ത് അവരുടെ ലൈഫും അതുപോലെ തന്നെ അവർ സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ടോ, അതായത് ഓരോ ദിവസവും അതിനനുസരിച്ചിട്ട് അവരും സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. എപ്പോഴും നമ്മളെല്ലാ സമയത്തും നമുക്ക് അവൈലബിൾ ആകാൻ സാധിച്ചോളണം എന്നില്ല. സോ അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ, അതായത് അൺഅവൈലബിൾ ആവുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് അതിനോട് എങ്ങനെയാണ് അവരുടെ മനോഭാവം, അതിനോട് എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ലൈഫിൽ എപ്പോഴും ഒരു സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. സോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡേയ്സ് അല്ല വരുന്നത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്ങനെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനോട് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒരു പക്ഷേ ഒരു ഡിസഗ്രിമെന്റ് വന്നു, നിങ്ങൾ തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ആദ്യം ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് വരുമ്പോഴേക്കും ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഓക്കെ ആകാൻ പോകുന്നില്ല, വർക്കൗട്ട് ആകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ക്വിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അത് പെട്ടെന്ന് ഡിസപ്പിയർ ആകാനാണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ലൈഫിൽ ഇങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് എന്താണ് ആ റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാകണം ആ റിലേഷൻഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ലഭിക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവരുടെ വാക്കുകളും അവരുടെ ആക്ഷൻസ്, പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു മാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ടായിരിക്കാം, ഒരുപാട് വാഗ്ദാനങ്ങൾ, പ്രോമിസും കാര്യങ്ങളൊക്കെ നൽകും, പക്ഷെ അവരുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് നേരെ എഗെയിൻസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവരൊരു കാര്യം പറയുന്നു, നേരെ വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. ഇവിടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ അലൈൻഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവരുടെ ബിഹേവിയർ. അവരൊരുപോലെയാണോ നിങ്ങളോട് പെരുമാറുന്നത്, അതായത് എല്ലാ സിറ്റുവേഷനിലും ഒരു വ്യക്തി ഒരേപോലെയല്ല പെരുമാറുക, പക്ഷേ നിങ്ങളോടുള്ള മനോഭാവം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കെയർ, അഫെക്ഷൻ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നൽകുന്ന ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണോ അതോ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടാണോ കരുതുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ബിഹേവിയറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അത്തരത്തിൽ അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും അവരുടെ ബിഹേവിയറിലും ഒരു സ്ഥിരത കാണാൻ സാധിക്കുന്നുണ്ടോ, അത് ഒട്ടും മാച്ചിങ് അല്ലാത്ത കാര്യങ്ങളാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെയാവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തി നമ്മളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സഹായത്തിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്